മുമ്പത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ്സുകൾ തന്നെയാണ്. ഒരു ഗ്രാഫ് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻഡെക്സ് മൂവ് ചെയ്യുന്ന ഒരു ചാർട്ടാണത്. അപ്പൊ ഈ ചാർട്ടിന്റെ ടേണിംഗ് പോയിന്റ്സ് ആണ് സപ്പോർട്ടോ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ സെല്ലിംഗ് പോയിന്റ്, സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ബൈങ് പോയിന്റ്, എൻട്രി ലെവല്, എക്സിറ്റ് ലെവല്. അപ്പോൾ ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള ഡിഫറെന്റ് ടെക്നിക്സ് ആണ് നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് ഡിഫൈൻ ചെയ്തിരുന്നത്. പല ക്ലാസ്സുകളിൽ നമ്മൾ പല ഇതിനുള്ള ടെക്നിക്സുകൾ പഠിക്കുന്നു. ഇപ്പോൾ ഫസ്റ്റ് പഠിച്ചത് നമ്മൾ ക്യാൻഡിസ്റ്റിക് പാറ്റേൺ ആണ്. അപ്പോൾ ക്യാൻഡിസ്റ്റിക് പാറ്റേൺ, പിന്നെ ട്രെൻഡ് ലൈൻ പഠിച്ചു, പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് അതിനെങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പഠിച്ചു, പിന്നെ നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ, പ്രീവിയസ് സപ്പോർട്ട് ആക്ടേഴ്സ് റെസിസ്റ്റൻസ്, അത് നമ്മൾ ചെയ്തു, പിന്നെ ഗ്യാപ് തിയറി ചെയ്തു. ഇതൊക്കെ പല പല വീഡിയോകളിലായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് ഫിബൊനാച്ചി റീട്രേസ്മെന്റ് എന്നുള്ള ടോപ്പിക്കാണ് ചെയ്തത്. അതായത് മാർക്കറ്റ് ഒരു അപ്പ് മൂവ് പോയി കഴിയുമ്പോൾ ഈ അപ്പ് മൂവിനെ ഒരു പ്രൈമറി ട്രെൻഡായിട്ട് എടുത്താൽ പിന്നെ വരുന്ന നെക്സ്റ്റ് ഡൗൺ മൂവിന് നമ്മൾ അതിന്റെ സെക്കൻഡറി മൂവ് ആയിട്ട് എടുക്കും. ഇപ്പൊ പ്രൈമറി ട്രെൻഡ് എന്ന് പറയുന്നത് അപ് ട്രെൻഡിലത്തെ പ്രൈമറി മൂവ് എന്ന് പറയുന്നത് അപ് ട്രെൻഡും, ഡൗൺ മൂവ് ഒരു സെക്കൻഡറി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിനെ ഈ പ്രൈമറി മൂവിനെ 100% ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സെക്കൻഡറി മൂവ് ഈ പ്രൈമറി മൂവിന്റെ സെർട്ടൻ പെർസെൻറ്റേജ്, അതായത് ഫിബൊനാച്ചി റേഷ്യോസ് ആയിട്ട് നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഉണ്ടോ റീട്രേസ് ലെവൽ. അത് ലെസ് ദാൻ 100 ആയിരുന്നു. അപ്പൊ ഇതായിരുന്നു മെയിൻ റീട്രേസ്മെന്റ് ലെവൽസ്, ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ലെവൽസ്. അപ്പൊ നമ്മൾ അത് ഗ്രാഫിൽ എങ്ങനെ വരയ്ക്കാന്നുള്ളതൊക്കെ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ബിയോണ്ട് 100 വന്നാൽ അത് എങ്ങനെ ചെയ്യുന്നത് പോട്ടോ. ഇത് ബിയോണ്ട് 100 എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടോ, ഇവിടെ ഒരു ലോയിൽ നിന്ന് അപ്സൈഡ് പോയി പിന്നെ വീണ്ടും ഈ ലോ ബ്രേക്ക് ചെയ്താൽ എവിടെ സപ്പോർട്ട് കിട്ടും. അപ്പോൾ ഫിബൊനാച്ചി റീട്രേസ്മെന്റിൽ ഈ ലോയ്ക്ക് മുകളിലായിരിക്കണം ഈ ഒരു സപ്പോർട്ട് കിട്ടേണ്ടത്, അതായത് ലെസ് ദാൻ 100. അപ്പൊ ഈ മൂവിന് 100% ആയിട്ട് എടുത്താൽ റീട്രേസ്മെന്റ് ലെവല് മിനിമം മാക്സിമം ഒരു 75% വരെയാണുള്ളൂ. പിന്നെ 100% എന്ന് പറയുന്നത് നമ്മൾ സപ്പോർട്ട്, പ്രീവിയസ് സപ്പോർട്ട് ആക്ടേഴ്സ് സപ്പോർട്ടാണ്. ഇനി ബിയോണ്ട് 100 വന്നു കഴിഞ്ഞാൽ അവിടെ അത് ഏത് പോയിന്റിലായിരിക്കും സപ്പോർട്ട് കിട്ടുക എന്നുള്ളതാണ് എക്സ്റ്റൻഷൻ ലെവൽ പറയുന്നത്. അപ്പൊ മെയിൻ എക്സ്റ്റൻഷൻ ലെവൽ എന്ന് പറയുന്നത് 127.2%, അതുപോലെ തന്നെ 161.8%. അതായത് 127.2 എന്ന് പറയുന്നത് റീട്രേസ്മെന്റ് ലെവൽ ഏതൊക്കെയാ, 27.2, അതുപോലെ തന്നെ 38.2, 61.8 ഇതൊക്കെയാണ്. അപ്പൊ ആ 100ന്റെ കൂടെ ഇത് ചേർത്തിട്ടുള്ള ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ലെവൽ ചേർത്തിട്ടുള്ളതെല്ലാം എക്സ്റ്റൻഷൻ ലെവലായിട്ട് നമുക്ക് എടുക്കാം. പക്ഷെ ഗ്രാഫിൽ ഈ രണ്ട് ലെവലാണ് കാണിക്കുള്ളൂ. പക്ഷെ ഗ്രാഫിൽ ഇങ്ങനെ കാണിച്ചാലും നമുക്ക് ഇത് ഫസ്റ്റ് വൺ റീട്രേസ്മെന്റ് ലെവൽ ഇതൊക്കെയാണ്. അപ്പൊ ഇതുപോലെ തന്നെ 123.6, 138.2, 150, 161 ഇതൊക്കെ നമുക്ക് എക്സ്റ്റൻഷൻ ലെവലായിട്ട് എടുക്കാം. അപ്പൊ ഇതാണ്. അപ്പൊ സപ്പോർട്ടും റെസിസ്റ്റൻസും കാണാനുള്ള വേറൊരു മെത്തേഡാണ്. അപ്പൊ ഇതിന് നമുക്ക് ഗ്രാഫിലൊന്ന് ശരിക്കുള്ള റിയൽ ചാർട്ടിൽ എങ്ങനെയാണ് വരാൻ നമുക്ക് നോക്കാം. ഇപ്പൊ ഉണ്ടോ, ഇവിടെ നിന്ന് ഇവിടം വരെ വന്നിട്ട് ഈ ഹൈയിൽ നിന്ന് ഈ ലോ വരെ വന്നിട്ട് ഈ ഇവിടെ ഇതിനുള്ളിൽ വരാണെങ്കിൽ അതൊരു റീട്രേസ്മെന്റ് ആയിരിക്കും. ഇതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെയുള്ള മൂവിനെ നമ്മൾ ഒരു പ്രൈമറി ട്രെൻഡ് പോലെ എടുക്കില്ല. ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യണത് ഇവിടം വരെ അല്ലെങ്കിൽ ഇവിടം വരെയൊക്കെയാണ് എന്തായിട്ട് വരാം, റീട്രേസ്മെന്റ്. ഇനി ഇത് ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ എക്സ്റ്റൻഷൻ എന്ന് പറയും. ആണോ എക്സ്റ്റൻഷൻ. ഈ എക്സ്റ്റൻഷൻ ലെവൽ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾക്ക് ഏത് ഹൈയും ഏത് ലോയും എടുക്കാം. ഒന്നില്ലെങ്കിൽ ഈ ഹൈയും ഈ ലോയും എടുക്കാം, അല്ലെങ്കിൽ ഈ ഹൈയും ഈ ലോയും എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പ്രൈമറി ലോയും പ്രൈമറി ഹൈയും ആയിട്ട് എടുക്കാം. അപ്പൊ ഏതെടുത്താലും അത് വെച്ചിട്ട് നമ്മൾ എക്സ്റ്റൻഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിത് എങ്ങനെ ഫിബൊനാച്ചി ടൂള് എങ്ങനെ വരയ്ക്കാന്ന് വെച്ചാല് ഇത് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ
ഇതില് ഇവിടെ നിന്ന് തുടങ്ങി ഈ ഹൈയിൽ നിന്ന് ഈ ലോയിലേക്ക് വരയ്ക്കുമ്പോൾ കിട്ടണ ഫിബൊനാച്ചി ലെവൽസ്. അപ്പൊ മോർ ദാൻ 100 ആണ് എക്സ്റ്റൻഷൻ ലെവൽ. അപ്പൊ ഇതിൽ വരച്ചേക്കണ പോയിന്റ് ഏതാ? 161 മാത്രമേ വരച്ചിട്ടുള്ളൂ ഈ ഗ്രാഫില്. ശരിക്കും പറഞ്ഞ ഇവിടെ 127.2 ഉണ്ട്, 138 ഉണ്ട്, 150 ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഇത് കിട്ടും. പക്ഷെ ഗ്രാഫിൽ നമുക്ക് മെയിൻ ലെവലുകൾ മാത്രമേ കാണിക്കുള്ളൂ. അപ്പോൾ മോർ ദാൻ 200 ആണെങ്കിൽ വരുന്ന ലെവൽ ഇതാണ്, 261.8. 2.61.8 എന്ന് പറയുന്നത് ഡെസിമലില്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇടയിലുള്ള ലെവലുകൾ കിട്ടാൻ വേണ്ടി നമുക്ക് ഞാൻ ഇന്നലെ കാണിച്ചിരുന്നു എക്സൽ ഷീറ്റ്. ഇത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ ഫോർമുല വെച്ചിട്ട് ആർക്ക് വേണമെങ്കിലും സെറ്റ് ചെയ്യാവുന്ന കാര്യമുള്ളതുണ്ട്. ഈ ഹൈയും ലോവും നമ്മൾ ആഡ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഇതുവരെ ഇതൊക്കെയാണ് ഫോർമുല. ലോ പ്ലസ് 23.6% ഓഫ് അപ്പോ ഡൗൺ അത് വെച്ചിട്ടുണ്ടാക്കിയത്. ഇവിടെയാണ് എക്സ്റ്റൻഷൻ ലെവൽ. ഇതാണ് കണ്ടോ, എക്സ്റ്റൻഷൻ ലെവൽ വെച്ചിട്ട് ഞാനിവിടെ ഫോർമുല ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് ഏതാ? ഈ ലോയും ഈ ഹൈയും എടുക്കാം. ഈ ഹൈയും ഈ ലോ എടുക്കാം, അതല്ലെങ്കിൽ ഈ ഹൈയും ഈ ലോയും. ഇവിടെ ഞാൻ വെച്ചിരിക്കുന്നത് ഇത് വെച്ചിട്ടും ചെയ്യാം. ഇത് ചെറിയ മൂവ്മെന്റ് ആയാൽ ഈ ചെറിയ മൂവ്മെന്റ് ആകുമ്പോൾ എപ്പോഴും നമുക്ക് മിനിമം 161 അല്ലെങ്കിൽ 200 ഒക്കെ ആയിട്ട് വരും. അതേസമയം ഒരു ബിഗ് മൂവ് എടുക്കുകയാണെങ്കിൽ 127 പോയിന്റ് അല്ലെങ്കിൽ 138 പോയിന്റ് ഒക്കെ കിട്ടും. ഇവിടെ ഞാനപ്പോൾ എടുത്തിരിക്കുന്നത് ഇതിൽ നമുക്ക് നോക്കാം. ഞാൻ RECയുടെ എടുത്തിട്ടുണ്ട്. RECയുടെ 123.416 എടുത്തിട്ടുണ്ട്. 513 RECയുടെ ഈ ലെവൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 521 415. ഉണ്ടോ? 523 415. അപ്പൊ ഇതിലത്തെ എക്സ്റ്റൻഷൻ ലെവൽ വന്നത് ഏതാ? ഇവിടെയാണ് 552 557 589 ഒക്കെ വരണം. നെക്സ്റ്റ് അപ്പ് മൂവിൽ നോക്കിയേ 521 557 ഉണ്ടോ? 580 അടുത്തൊക്കെ പോയി. ഇതിന്റെ ഇടയിൽ അപ്പൊ നമുക്കൊരു 552 ഒക്കെ വരെ മതി. കണ്ടോ, ഇവിടെ 552 വരെയാണ് ക്ലോസിങ് വന്നിട്ടുള്ളൂ. അന്നത്തെ ഹൈ അതിലും പോയി. ഇപ്പൊ മിനിമം നമുക്ക് 550 ഒക്കെ എടുത്താലും മതിയല്ലോ, പ്രോഫിറ്റ് ആണ്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ്. ഇത് എപ്പോഴാണ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ ചില സമയത്ത് നമുക്ക് പ്രീവിയസ് ഹിസ്റ്റോറിക്കൽ ലെവൽസ് ഉണ്ടാവില്ല. ഇപ്പൊ ഇവിടെ ഉണ്ട് REC. നമുക്ക് നോക്കിയാൽ ഇത് ഓൾ ടൈം ഹൈ കട്ട് ചെയ്ത് പോവാണ്. അപ്പൊ നമുക്ക് പ്രീവിയസ് സപ്പോർട്ട് ആക്ടേഴ്സ് റെസിസ്റ്റൻസ്, പ്രീവിയസ് റെസിസ്റ്റൻസ് ആക്ടേഴ്സ് സപ്പോർട്ട് എന്നുള്ള ലെവലുകളൊന്നും ഇല്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് പുതിയ ഹൈ അല്ലെങ്കിൽ ന്യൂ ലോ ഇതൊക്കെ എവിടെ കിട്ടുന്നുള്ള വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഫിബൊനാച്ചി പ്രൊജക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോഴാണ് അപ്പൊ വേറെ ലെവലുകളൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു ചാർട്ട് പാറ്റേണോ അല്ലെങ്കിൽ മൂവിങ് ആവറേജിന്റെ ഇതൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇത് വെച്ചിട്ട് നമുക്കിത് എപ്പോഴും ട്രൈ ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ നിഫ്റ്റിയുടെ ചാർട്ട് എടുത്താലും നമുക്ക് വേണം. ഇതൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാൻ വേണ്ട. ഇത് ഒരു 100 മൂവ് ആയിട്ട് എടുക്കാം. ഇത് കണ്ട് ഇവിടെ ഒരു 100 ആയി. ഈ 100ന് മുകളിൽ പോകുമ്പോ ഇത് രണ്ടും വെച്ചിട്ട് ഈ ഹൈയും ഈ ലോയും വെച്ചിട്ട് നമുക്ക് പ്രൈമറി മൂവ് ആയിട്ട് എടുത്തിട്ട് മോർ ദാൻ 100%. ഇപ്പൊ ഇവിടെ നിന്ന് ഇത് മൈനസ് ഇത് സബ്ട്രാക്ട് ചെയ്യുക, എന്നിട്ട് അതിന്റെ 127%, 138% എന്നിട്ട് ഈ ലോയിൽ ആഡ് ചെയ്യുക. അതാണ് ആ ഫോർമുലയിലും നമ്മൾ അത് തന്നെ ചെയ്യണല്ലോ. കണ്ടോ, ലോ പ്ലസ് 127.8% ഓഫ് ദ ലോ ആണ്. കണ്ടോ, ലോ പ്ലസ് 120% ഓഫ് ഇത്, ഈ ലോ പ്ലസ് ഇതിന്റെ 127%, അല്ലെങ്കിൽ ഈ ലോ പ്ലസ് ഇതിന്റെ ഈ ഡൗൺ മൂവിന്റെ 138%, അല്ലെങ്കിൽ ലോ പ്ലസ് ഈ മൂവിന്റെ 161.8%. അങ്ങനെ ആഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഹൈ മൈനസ് ഇവിടെ നോക്കിയേ, ഇവിടെ നേരെ മറിച്ച്
ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ ആഡ് ചെയ്യാം. കണ്ടോ? ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ ആഡ് ചെയ്യുമ്പോൾ ഇത് 100% ആയില്ലേ. ഇനി ഇതിന്റെ ബിയോണ്ട് പോകുമ്പോ ഇവിടെ നമ്മൾക്ക് എക്സ്റ്റൻഷൻ ലെവൽ നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ പോകുമ്പോ എങ്ങനെ വേണം. കേട്ടോ, ഏകദേശം 161, ഇപ്പൊ ഒരു 150 ഒക്കെ ആയിരിക്കും. അപ്പൊ അത് നമുക്ക് കറക്റ്റ് പോയിന്റ് കിട്ടണമെങ്കിൽ എക്സൽ ഷീറ്റിൽ ഇട്ട് നോക്കേണ്ടി വരും. അതല്ലെങ്കിൽ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ദിസ് മൈനസ് ദിസ് ഇൻറ്റു 138%. സോ ഹൈ മൈനസ് അപ്പ് ലെവൽ. അല്ലെങ്കിൽ ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാണാനോ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരെ വരയ്ക്കും. ഡ്രോ ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ ഇപ്പൊ 2-3 വരച്ച് ഒരുമിച്ച് വരയ്ക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ. അപ്പൊ ഓരോന്ന് റിമൂവ് ചെയ്താൽ മതി. ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ ഡ്രോ ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങി നമ്മൾക്ക് ഇവിടെ ഡ്രോ ചെയ്യും. കണ്ടോ, ഇത് 261.8 ഒക്കെ നല്ലൊരു അപ്പ് മൂവ് കിട്ടി. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ചെറിയൊരു മൂവ്മെന്റ് എടുത്തത് കൊണ്ടാണ് എപ്പോഴും മോർ ദാൻ 200 പോകുന്നത്. ഇതിപ്പോ ഒരു ചെറിയ മൂവ് ആയാലും അത്ര ചെറിയ മൂവ് എന്ന് പറയാൻ പറ്റില്ല. നന്നായിട്ട് അപ്സൈഡ് പോയി. ഈ ഉടനെ ഭയങ്കരമായിട്ട് മാർക്കറ്റ് അപ്സൈഡ് പോയത്. അപ്പൊ ഇങ്ങനെയുള്ള പോയിന്റുകളിൽ നമ്മൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഏത് സ്റ്റോക്കിൽ നമ്മൾ ചെയ്താലും ഇപ്പൊ വേറെ ഏത് സ്റ്റോക്ക് എടുത്താലും ഹിന്ദുസ്ഥാൻ കോപ്പർ അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് എടുത്ത് നോക്കാവുന്ന കാര്യവും. ഇതൊക്കെ പക്ഷെ ഭയങ്കരമായിട്ട് ഒരു ഫ്ലാഗ് പോലെയാണ്. ഫ്ലാഗ് എന്ന് പറഞ്ഞ പാറ്റേൺ പോലെയാണ് ഇവിടെ പോയിട്ട് നന്നായിട്ട് അപ്സൈഡ് പോയി. ഈ ഉടനെ മെറ്റൽ നന്നായിട്ട് അപ്സൈഡ് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതൊക്കെ ഒരു എക്സ്റ്റൻഷൻ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ എടുക്കാം. ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ ഉള്ളതിന്റെ ഫിബൊനാച്ചി എടുക്കാം. നോക്കിയേ, എക്സ്റ്റൻഷൻ ആയിട്ട് ഇവിടെ 161.8 കിട്ടി. ഇവിടെ 200. ഫസ്റ്റ് അപ്പ് മൂവില് ഇവിടെ വെച്ചെടുക്കാം. അതല്ലെങ്കിൽ അങ്ങനെ ഇത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഏത് സ്റ്റോക്ക് എടുത്താൽ കണ്ട ഇതിൽ തന്നെ ഫിബൊനാച്ചി റീട്രേസ്മെന്റിന്റെ തന്നെ വേറൊരു മെത്തേഡാണ് ക്ലസ്റ്റർ അല്ലെങ്കിൽ കോൺഫ്ലുവൻസ്. അതായത് റീട്രേസ്മെന്റ് ലെവൽ തന്നെ യൂസ് ചെയ്തിട്ട് പല റീട്രേസ്മെന്റ് ലെവൽ ഒരുമിച്ച് യൂസ് ചെയ്തിട്ട് അവിടെ കിട്ടുന്ന കോമൺ ലെവൽസ് ആക്ട് സപ്പോർട്ട് സോൺ ഓർ റെസിസ്റ്റൻസ്. ഉണ്ടോ, ഇവിടെ സെയിം ഹൈയിലേക്ക് ഡിഫറെന്റ് ലോയിൽ നിന്ന് നമ്മൾ ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ടൂൾ ഉപയോഗിച്ചിട്ട് ഡ്രോ ചെയ്യും. അപ്പോൾ ചില പൊസിഷനിൽ അവിടെ ക്ലസ്റ്റർ കിട്ടുന്ന വെച്ചാൽ ഡിഫറെന്റ് ഇത് വെച്ചിട്ടുള്ള ഒരു കോമൺ ലൈൻ പോലെ നമുക്ക് കിട്ടും. ആ പോയിന്റിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ്, കൂടുതൽ സിഗ്നിഫിക്കൻസ് ആണ് അവിടെ വെച്ചിട്ട് അല്ലെങ്കിൽ സപ്പോർട്ടോ റെസിസ്റ്റൻസ് എടുക്കാൻ. കണ്ട ഇവിടെ എടുത്ത് പറയാനുണ്ട്, ടുഗദർ ഇൻ ക്യാൻ ബി എയ്തർ ഒരു 3 റീട്രേസ്മെന്റ് ലെവൽ ആവാം, 3 എക്സ്റ്റൻഷൻ ലെവൽ ആവാം, അല്ലെങ്കിൽ മൂന്നിന്റെയും കോമ്പിനേഷൻ എടുക്കാം. ഒരു 1 റീട്രേസ്മെന്റ്, 1 എക്സ്റ്റൻഷൻ, 1 പ്രൊജക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതിന്റെ വേണമെങ്കിലും എടുക്കാം. പക്ഷെ ഡിഫറെന്റ് ലെവലിൽ നിന്ന് സെയിം ഹൈ ഓർ സെയിം ലോ. ഇവിടുത്തെ കേസിൽ സെയിം ഹൈ ആണ്, ഇവിടുത്തെ കേസിൽ സെയിം ലോ എന്നാണ്. ഡിഫറെന്റ് ഹൈയിലേക്ക് ഡ്രോ ചെയ്യണം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇത് നമുക്ക് ചാർട്ടിൽ ഒന്ന് നോക്കാം. മാർക്കറ്റ് ഇത്ര അധികം അപ്സൈഡ് പോയി. അപ്പൊ നമുക്ക് ഇനി അത് എവിടം വരെ താഴ്ന്നു അറിയാൻ വേണ്ടിട്ട് ക്ലസ്റ്റേഴ്സ് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ നമ്മുടെ ഈ ഹൈ പോയിന്റ് ഇവിടെയാണ്. ഈ ഹൈ ഒരു കോമൺ ഹൈ ആയിട്ട് എടുക്കുക. ഡിഫറെന്റ് ലോയിന്ന് നമ്മൾ ഡ്രോ ചെയ്യാം. ഇവിടെ ഒന്ന് വരച്ചു. ഇത് അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് ലോ, ഇത് ലോ 1, ഇത് ലോ 2, ഇത് ലോ 3, ലോ 4 അങ്ങനെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇത് വെച്ചിട്ട് റീട്രേസ്മെന്റ് എടുത്തു. എന്നിട്ട് ഇവിടെ നിന്ന് ഇവിടെ വരെ ഡ്രോ ചെയ്യും. ഇത് ഫസ്റ്റ് ഇത് വെച്ചിട്ട്
ഇനി രണ്ടാമത് എടുക്കുക. രണ്ടാമത് എവിടെ നിന്ന് ചെയ്യണ്ടേ? ഈ ലോയിൽ നിന്ന് സെയിം ഹൈയിലേക്ക് എടുക്കുക. ഇനി മൂന്നാമത്തെ ലോ ഏതാ? ഇവിടെ നിന്ന് വീണ്ടും എടുക്കുക. ഇനി വീണ്ടും ഇവിടത്തെ ലോയിൽ നിന്ന് അപ്പൊ ഉണ്ടോ ഈ ലൈൻസ് ഒക്കെ കണ്ടു. ഇവിടെ 2-3 ലൈൻസ് ഒരുമിച്ച് വരണാണോ? അതായത് പല പല റീട്രേസ്മെന്റുകൾ ഉപയോഗിച്ചിട്ട് വരുന്ന കോമൺ പോയിന്റ് ആണത്. 2-3 ലൈൻസ് ഒരുമിച്ച് വരുന്ന സ്ഥലങ്ങളിലായിരിക്കും സപ്പോർട്ട് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ 2 ലൈൻ ഒരുമിച്ച് ഇവിടെ കണ്ടിട്ട് പറ്റും. അപ്പൊ ഈ ഒരു ഏരിയയിലും അല്ലെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന ഏരിയകളിൽ എപ്പോഴും കൂടുതൽ ചാൻസ് ഫോർ സപ്പോർട്ടാണ്. ഇതാണ് ഞാൻ ഈ കാണിച്ച സെയിം ഫിഗർ അല്ലേ? ഇവിടെ ഈ സെയിം ഫിഗർ അല്ലേ വരുന്നത്? 4 1 2 3 4. അപ്പൊ ഇങ്ങനെയാണ്. ഇത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യണം. ഇത് ഞാൻ ഒന്നൊരു എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കാം. കണ്ട ഒരുമിച്ച് നോക്കുമ്പോ ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു. ഇങ്ങനത്തെ കോമൺ ആയിട്ട് ഒരുമിച്ച് 3 ലൈൻസ് അറ്റ് പോയിന്റ് വന്നു കഴിഞ്ഞാൽ ആ ഒരു സ്മോൾ സോൺ എന്ന് വേണമെങ്കിൽ പറയാം, സപ്പോർട്ട് സോൺ. ഇതൊരു നല്ല സപ്പോർട്ട് സോൺ ആണ്, ഇവിടെ നല്ലൊരു സപ്പോർട്ട് സോൺ ആണ്, ഇവിടെ നല്ലൊരു സപ്പോർട്ട് സോൺ ആണ്. അതിങ്ങനെയാണ് ഡ്രോ ചെയ്തത്. ഇങ്ങനെ ഡ്രോ ചെയ്തിട്ട് അപ്പൊ ഇനി ഇവിടെ വരുമ്പോഴത്തേണ്ട് ഈ കോമൺ പോയിന്റിൽ ഒരു സപ്പോർട്ട് എടുത്തു. അപ്പൊ ഇനിത്തെ കോമൺ പോയിന്റ് ഏതായിരിക്കും? ഇവിടെ ആയിരിക്കും. വേണ്ട, ഇവിടെ എടുത്തു. ഇനി വരുമ്പോ ചിലപ്പോ ഇവിടെ ആയിരിക്കും ടച്ച് ചെയ്യാം. പിന്നെ വരുമ്പോ ഇവിടെ ടച്ച് ചെയ്യും. അങ്ങനെ ഫസ്റ്റ് വരുന്ന ലെവലിൽ ഫസ്റ്റ് വരും. പിന്നത്തെ ഡൗൺ മൂവിൽ ചിലപ്പോ ഇങ്ങനെ ഡ്രോ ചെയ്ത ഈ പോയിന്റുകളിലായിരിക്കും അത് സപ്പോർട്ട് എടുക്കും. നമുക്ക് വേറെ നിഫ്റ്റിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇപ്പൊ ഇവിടെയും നമുക്ക് പല പല ലോയിൽ നിന്നും പല പല നമുക്ക് ഡ്രോ ചെയ്യാനുണ്ട്. ഇവിടെ ഡ്രോ ചെയ്യാം. ഇനി ഒരു ഡൗൺ മൂവ് വരാണെങ്കിൽ എവിടെയായിരിക്കും സപ്പോർട്ട് എടുക്കുക? ഈ പോയിന്റ് ആയിരിക്കാം. ഈ പോയിന്റ് ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇവിടെ നോക്കി എത്ര ലൈൻസ് വന്നു നോക്കി. ഈ ഏരിയകളിലൊക്കെ ഇത് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ഏരിയയിൽ സപ്പോർട്ട് എടുക്കും. കാരണം ഇത് ഇവിടെ നിന്ന് താഴെ വരുമ്പോ ഇതൊരു ഡൗൺ മൂവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള കേസാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇത് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലോ? ഒരു ഡൗൺ മൂവിന് ശേഷമാണെങ്കിൽ നമ്മൾക്ക് ഇത് എങ്ങനെ എടുക്കാൻ പറ്റും? ഇവിടെ നിന്ന് എടുക്കാം. അതായത് ഹൈയിൽ നിന്ന് ഡിഫറെന്റ് ഹൈയിൽ നിന്ന് ലോയിക്കാണ്, സെയിം ലോയിക്ക്. നേരത്തെ കാണിച്ച ഫിഗർ ഇതായിരുന്നു. ഇത് ഡിഫറെന്റ് ഹൈ പോയിന്റിൽ നിന്ന് സെയിം ലോയിക്ക് വരയ്ക്കും. ഇവിടെ നിന്ന് ഡ്രോ ചെയ്തു, ഇവിടെ നിന്ന് ഡ്രോ ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഡ്രോ ചെയ്തു. ഓരോ തവണയും ടൂൾ എടുക്കണം. അതുകൊണ്ടാണ്
അപ്പൊ ഈ പോയിന്റുകളൊക്കെയാണ് ഫസ്റ്റ് വരുന്ന റെസിസ്റ്റൻസ് ലെവലുകൾ, കോമൺ പോയിന്റ്, കോമൺ ലൈനുകളുള്ള സ്ഥലങ്ങളിലാണ് ഫസ്റ്റ് വരുന്ന റെസിസ്റ്റൻസ്. പിന്നെ ഇവിടെ നമുക്ക് എക്സ്റ്റൻഷൻ നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. എക്സ്റ്റൻഷൻ എടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരെയുള്ളതിന്റെ എക്സ്റ്റൻഷൻ എടുക്കാം. ഇപ്പൊ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വന്ന് ഇവിടെ കംപ്ലീറ്റ് ആയപ്പോ തന്നെ 100 ആയില്ലേ. അതായത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഈ ഹൈയും ഈ ലോ എടുത്തിട്ട് എപ്പോ പ്രീവിയസ് ഹൈ ക്രോസ് ചെയ്തോ അപ്പൊ നമ്മൾക്ക് എക്സ്റ്റൻഷൻ. ഇതാണ് ഒരു പോയിന്റ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഈ പ്രീവിയസ് റെസിസ്റ്റൻസ് പ്രീവിയസ് ഈ ഇത് ബ്രേക്ക് ചെയ്തു, കണ്ടോ? ഈ പോയിന്റുകളിലൊക്കെ വന്നപ്പോ ബ്രേക്ക് ചെയ്തു. ഇവിടെ നിന്ന് ഇനി അപ്സൈഡ് പോകുമ്പോ എപ്പോഴായിരിക്കും റെസിസ്റ്റൻസ് ഇട്ട് ഏത് വരെ പോകുമെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ നമ്മൾക്ക് എന്ത് ചെയ്യണം? എക്സ്റ്റൻഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണ്ടേ? ഈ ഹൈയിൽ നിന്ന് ഈ ലോയിലേക്ക് വരയ്ക്കും. അപ്പൊ എന്തായി? ഫസ്റ്റ് കണ്ടോ ഈ റെസിസ്റ്റൻസിൽ വന്നാണ്ടോ ഈ റെസിസ്റ്റൻസ് ഇങ്ങനെയാണ് ഇത് പോവാ. അപ്പം ഇതൊക്കെ ടാർഗറ്റുകളാണ് മീറ്റ് ചെയ്ത്. കണ്ടോ മെയിൻ ഇമ്പോർട്ടൻ്റ് ഇതിന്റെ ഇടയിലൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ സപ്പോർട്ട് റെസിസ്റ്റൻസ് കുറയ്ക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഫിബൊനാച്ചി റീട്രേസ്മെന്റ് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ വെച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്യണം. കണ്ടോ ഇതിന്റെ എക്സ്റ്റൻഷൻ ആണ് ഉണ്ടാവുക. ഈ മൂവ് ഇത് കഴിഞ്ഞ് ഇവിടെ എത്തിപ്പോ ഈ പോയിന്റ് എയിൽ എത്തിയപ്പോ എന്തായി? 100%. ഈ സ്റ്റോക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു 175 നിന്ന് എവിടെ വരെ പോയി? 175 നിന്ന് 208 വരെ പോയി. 175 നിന്ന് 208 വരെ പോയി. വീണ്ടും 175 വന്ന് ഈ പോയിന്റ് കണ്ടോ? ഈ പോയിന്റ് വീണ്ടും ക്രോസ് ബിലോ 176 ആണ്. ഈ 176 ക്രോസ് ചെയ്ത് വീണ്ടും ഇതിനെ നമ്മൾ 100% ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇത് എപ്പോ ക്രോസ് ചെയ്ത് ബിലോ 176 വരുന്നു അപ്പൊ എവിടെ സപ്പോർട്ട് എടുക്കുന്നു നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് എന്ത്? ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ. അപ്പൊ നമ്മൾ ഏതൊക്കെ എടുക്കാം? ഈ ലോയും ഈ ഹൈയും. അപ്പൊ ഈ ലോ 176ഉം ഈ ഹൈ 206 ആണ്. ഇത് വെച്ചിട്ട് നമ്മൾ ഫിബൊനാച്ചി ടൂൾ വെച്ച് ഡ്രോ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എക്സ്റ്റൻഷൻ ലെവൽ കിട്ടും. പക്ഷെ എക്സ്റ്റൻഷൻ ലെവൽ ഗ്രാഫിൽ 161ഉം 127ഉം ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ 138%, 150% ഒക്കെ നമ്മുടെ എക്സ്റ്റൻഷൻ ലെവൽസ് ആണ്. അപ്പൊ അത് എക്സൽ ഷീറ്റിൽ അല്ലെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ ഇതിന്റെ 138.8%. അപ്പൊ ഈ മൂവിന്റെ അതായത് 206 മൈനസ് 176 ഈ മൂവ് 206ഉം 176 ആണ്. അപ്പൊ 206 മൈനസ് 176 അത് എത്ര? 30. ഈ 30യുടെ 138% എടുക്കാം. അപ്പൊ 30 into 1.38 ഈക്വൽ ടു എത്രയാ? 41. അത് എവിടെ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം? ആ 41. അപ്പൊ ഈ മൂവിന്റെ 138% എന്ന് പറയുന്നത് 41 ആണ്. 41 ഇവിടെ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. അവിടെ നിന്ന് 206. അപ്പൊ 206 മൈനസ് 41 അതാണ് 165. അതാണ് ടാർഗറ്റ്. അപ്പൊ അതാണ് കാൽക്കുലേഷൻ വരുന്നത്. ഈ ലോയും ഹൈയുടെയും ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഹൈ മൈനസ് ലോ എടുക്കുക. അത് എത്രയാണോ അത് മൾട്ടിപ്ലൈഡ് ബൈ 138%, അല്ലെങ്കിൽ 161 ആണെങ്കിൽ 161. അപ്പൊ ഇൻറ്റു 1.38 അല്ലെങ്കിൽ ഇൻറ്റു 1.61 ഇൻറ്റു 1.27 എന്നിട്ട് അത് ഈ ഹൈയിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യും. ഇവിടെയും സെയിം കണ്ട എക്സ്റ്റൻഷൻ ആണ് വന്നിരിക്കുന്നത്. ഈ ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് താഴെ പോയപ്പോ എക്സ്റ്റൻഷൻ. പിന്നെ ഇനിയിപ്പോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മുകളിലോട്ട് പോകണമെങ്കിലോ ഇവിടെ ഈ ഡിഫറൻസ് എടുക്കുക എന്നിട്ട് ആഡ് ടു ദ ലോ. ഇവിടെയാണെങ്കിൽ സബ്ട്രാക്ട് മൈനസ് ഹൈ. ഇവിടെയാണെങ്കിലോ ഇത് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണെങ്കിൽ ആഡ് ടു ദ ലോ. ഇവിടെയൊക്കെ കണ്ട എക്സ്റ്റൻഷൻ വന്നിട്ടുണ്ട്. അത് ഏത് ഹൈയും ഏത് ലോയും നമ്മൾ ഡിഫറെന്റ് ഹൈയും
ഡിഫറെന്റ് ലോ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഡ്രോ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അതല്ലാണ്ട് കറക്റ്റ് ഏത് കൈയാണ് എടുക്കേണ്ടത്, ഏത് ലോ ആണ് എടുക്കേണ്ടതെന്നൊക്കെ നമുക്ക് അതിനൊരു റൂളൊന്നും ഇല്ല. അപ്പൊ നമ്മളുടെ ആ ഒരു ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും. കുറേ എണ്ണത്തിൽ ഇരുന്നിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് അത് പേപ്പർ ട്രേഡിംഗ് പോലെ പേപ്പറിൽ എഴുതി വെക്കാൻ, പ്രഡിക്ഷൻ ശരിയാവുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ഇത് വിത്ത് കോമ്പിനേഷൻ അങ്ങനെ ചെയ്ത് വരുമ്പോൾ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് അധികം ടൈമൊന്നും എടുക്കില്ല. അതേസമയം നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഇതൊക്കെ ഒരു ഭയങ്കര ടഫായിട്ടൊക്കെ തോന്നിയാലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ്. പറഞ്ഞില്ലേ 3 സ്റ്റെപ്പ് ഫോർവേഡ് 1 സ്റ്റെപ്പ് ബാക്ക്വേർഡ്, ആ ഒരു ഇതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഇതിന് ഇവിടെ ഇവിടെ റീട്രേസ്മെന്റാ, ഇവിടെയും റീട്രേസ്മെന്റാ. പക്ഷെ ഇതെടുത്താലും ഇത് എക്സ്റ്റൻഷനായി, ഇതെടുത്തപ്പോഴും എക്സ്റ്റൻഷനായി, ഇതെടുത്താലും എക്സ്റ്റൻഷൻ. അപ്പൊ എക്സ്റ്റൻഷൻ എന്താ, റീട്രേസ്മെന്റ് എന്താന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കും. അതുപോലെ തന്നെ ക്ലസ്റ്റർ അല്ലെങ്കിൽ കോൺഫ്ലുവൻസ് എന്താന്നുള്ളത് ഡിഫറെന്റ് ഫിബൊനാച്ചിയുടെ ഡിഫറെന്റ് ഇതുകൾ, അതായത് ഫിബൊനാച്ചിയുടെ എക്സ്റ്റൻഷനും റീട്രേസ്മെന്റും, അത് 1 എക്സ്റ്റൻഷൻ 1 റീട്രേസ്മെന്റ്, ഈ ഒരു പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതും വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ 3 കൂടി ഉള്ള കോമ്പിനേഷൻ എടുക്കാം, അല്ലെങ്കിൽ 3 റീട്രേസ്മെന്റ് ലെവൽസ് എടുക്കാം, 3 എക്സ്റ്റൻഷൻ ലെവൽസ് എടുക്കാം. ഇങ്ങനെ എടുത്തിട്ട് കോമൺ ആയിട്ട് വരുന്ന ലൈൻസ് ആണ്, അതിനെയാണ് ക്ലസ്റ്റേഴ്സ് എന്ന് പറയും. അപ്പൊ ആ കോമൺ പോയിന്റിൽ മോർ സിഗ്നിഫിക്കൻ്റ് ആണ്, അതായത് അവിടെ സപ്പോർട്ടോ റെസിസ്റ്റൻസ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതൊക്കെ ഇങ്ങനത്തെ ഹോംവർക്കുകൾ ചെയ്താൽ തന്നെ നമുക്ക് മാർക്കറ്റിൽ ഒരുവിധമൊക്കെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. കുറച്ചൊരു നമ്മൾ നെക്സ്റ്റ് ഡേ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ഡേ തന്നെ രാത്രിയാണ് ഹോംവർക്ക് ചെയ്യേണ്ടത്. അല്ലാണ്ട് മാർക്കറ്റിന്റെ ഇടയിലുള്ള ഹോംവർക്കിനേക്കാൾ എപ്പോഴും നമ്മൾക്ക് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും ഈ സ്റ്റോക്ക് ഏതുവരെ പോകും, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് താഴാറായിട്ടുണ്ടോ. പിന്നെ ബാക്കിയുള്ള ന്യൂസുകളും കൂടി അതിന്റെ കൂടെ ആഡ് ചെയ്യാം. ന്യൂസുകൾ എന്ന് വെച്ചാൽ ഗ്ലോബലി എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഡൊമസ്റ്റിക്കലി എന്താണ്. ഇപ്പൊ നമ്മള് റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, മെയ് 5 ജൂൺ 5 അപ്പൊ അതിന്റെ ഇമ്പാക്ട് ഉണ്ടാവും. അങ്ങനെ കുറച്ച് നാള് ഡെയിലി അത് ട്രാക്ക് ചെയ്താൽ മാർക്കറ്റിനെ നന്നായിട്ട് ട്രാക്ക് ചെയ്യുക. എല്ലാ വിധത്തിലും ഫണ്ടമെന്റലിലും അനാലിസിസും ചെയ്യുക, അതുപോലെ തന്നെ ടെക്നിക്കും രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു 10 ട്രേഡ്സിൽ ഒരു 7 ഒക്കെ സക്സസ്ഫുള്ളും 3 ഫെയിലിയേഴ്സ് ഉണ്ടാവാം. പക്ഷെ ആ സക്സസ്ഫുൾ ട്രേഡിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടായാൽ ആ ഫെയിലിയേഴ്സിനെ അത് കവർ ചെയ്തു. അപ്പോ ഏതൊരാളുടെ ഇപ്പൊ ജുഞ്ചുംവാലി ആയാലും ഏതൊരാളുടെ ചിലപ്പോ 5 സ്റ്റോക്ക് ആയിരിക്കും അവരുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടെങ്കിൽ അതിൽ 3 എണ്ണമായിരിക്കും നന്നായി പെർഫോം ചെയ്യുള്ളൂ. പക്ഷെ ആ മറ്റുള്ള 2ന്റെ ലോസിനെ ഓവർകം ചെയ്ത് ടോട്ടൽ പ്രോഫിറ്റ് ആക്കാൻ അത് അവർക്ക് കഴിയും. അപ്പൊ അത് നമ്മൾ സെലക്ട് ചെയ്യണ 5ഉം ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ പോർട്ട്ഫോളിയോ ലോസ് ആവും. അപ്പൊ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നല്ല ഏത് ഫീൽഡിലായാലും നമ്മൾക്ക് എപ്പോഴും സക്സസ് ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഒരു മാച്ച് ചെയ്ത് പോണം, എന്നാൽ മാത്രമേ നമുക്കത് ഒരു സക്സസ്ഫുൾ ട്രേഡർ അല്ലെങ്കിൽ ഇൻവെസ്റ്റർ ആവാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ട്. നമ്മൾ പല ടെക്നിക്ക് വെച്ചിട്ട് നമ്മളിത് തന്നെ എങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്യാമെന്ന് നമ്മൾ നോക്കി. ഞാൻ പറഞ്ഞിട്ടില്ല, ഇതിന്റെ ഡിഫറെന്റ് ഭാഗങ്ങളിൽ നിന്നിട്ട് ആളുകൾ ഇതിനെ പ്രൊഡിക്റ്റ് ചെയ്യാൻ നോക്കിയിരുന്നതാണ്. ഇതൊരു ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യൻ ആണ് ചെയ്തത്. അപ്പൊ ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ നേച്ചറിലും ഒക്കെ ഇത് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വളരെ പവർഫുൾ ടൂളാണ്. അപ്പൊ അതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ താഴെ എഴുതാം, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രിഡിക്റ്റ് ചെയ്തിട്ട് അത് ശരിയാണോ എന്ന് അറിയാനും ഒക്കെ ഇതിൽ കമന്റ് ചെയ്ത് ചോദിക്കുക. അപ്പൊ എൻ്റെ ടൈം പോലെ ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും.